ഏതൊക്കെ ഉസ്താദുമാര് ഗൂഗിൾ പേ വെച്ചിട്ട് ദുആ ചെയ്യണേ നിങ്ങൾ ഈ സ്കാനറിൽ നിന്ന് പൈസ അയക്കൂ എന്ന് പറയുന്നുണ്ട്. പോയി നോക്കുമ്പോ ഞാൻ അടിക്കണം എന്നുള്ള രീതിയിലാണ് പോയത്. പോയി നോക്കുമ്പോ ഇയാളൊരു സാമി. കർത്താവെ വെട്ടില്ലേ, ഇയാളെങ്ങാൻ തല്ലിയ സാമിയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ ഇറങ്ങും. എന്റെ പുറകെ പിന്തുടരുന്ന കുറച്ച് കാക്കാമാര് മുല്യമാരുണ്ട്. ഇവന്മാർക്കൊന്ന് ഞാൻ അടങ്ങിയിട്ടില്ല, ഞാൻ ഇനിയും പോകും അമ്പലത്തിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. അത് ഉസ്താദിന്റെ മാനസികമായിട്ടുള്ള വൈകല്യം കൊണ്ട് ഉസ്താദിനത് ഇറിറ്റേറ്റായി. ഉസ്താദ് പല രീതിയിൽ എൻ്റെ മകനെ ഉപദ്രവിക്കൽ തുടങ്ങി. പിന്നെ അത്രയും ഭയങ്കര വിശ്വാസിയാണെങ്കിൽ അന്യ സ്ത്രീയുടെ വീഡിയോ എന്തിനു കാണുന്നു? അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ? കുറച്ച് വിഭാഗ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരാദ്യം ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചു. അത് നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് ഇവർ കപടഭക്തയാക്കാൻ ശ്രമിച്ചത്. കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയൊക്കെ നമ്മുടെ മൈജി ഷാജിക്ക വിളിക്കുന്ന സമയത്ത് എനിക്കൊരു തട്ടം മതിയായിരുന്നു, എനിക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ണന് ഞാൻ കാരണം ഒരുപാട് ചീത്ത പേരുകൾ കേട്ടു. ഞാൻ കാരണം കേൾക്കാത്തൊരു പേര് ആ പാവത്തിനുണ്ടാവും. മതത്തില് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും തട്ടിട്ടത് ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ആൾക്കാർ പോലും മതത്ത് പറയുന്ന രീതിയിലല്ല തട്ടം വിട്ടത്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവർക്കൊക്കെ ഇത് തെറ്റായിട്ട് മാറി. തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ കല്യാണം കഴിച്ചു, അതേപോലെ തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ എയറിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. ഹലോ നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ വാർത്തകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ബഹിരാകാശ സഞ്ചാരങ്ങളിലൊക്കെ പോകുന്ന ഒരു 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 മഹത് വ്യക്തി എന്നൊക്കെ ഞാൻ പറയട്ടെ, ജസ്ന സലീമാണ്. വെൽക്കം. താങ്ക് യു. നമസ്കാരം ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട് എയറിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് മുകളിലത്തെ വാസം? കഴിഞ്ഞ ദിവസം കള്ളിയങ്കാട്ട് നീലി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമിച്ചു ഞാൻ, എന്നെക്കാട്ടിലും മുൻനിരയിൽ നീ തന്നെയെന്ന് പറഞ്ഞു. നമ്മെ തോൽപ്പിച്ചു. നമ്മെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. കാരണം കള്ളിയങ്കാട്ട് നീലി പോലെ ഇത്രയും എയറിൽ നിന്നിട്ടുണ്ടാവില്ല. ഇല്ല, നമ്മള് പലർക്കും വെല്ലുവിളി ആവുന്നുണ്ടോ എയറിൽ പോകുന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും. ഇത് ഇന്റൻഷനലി ഉണ്ടാവണതാണോ ചേച്ചി? നമ്മള് ഒരു ബോധപൂർവം ഒരു എയറിലേക്ക് പോകുന്നതാണോ, അതോ നമ്മൾ ആരെങ്കിലും എയറിൽ കയറാൻ താൻ ആഗ്രഹിക്കുവോ? ഇത് എന്താ പറയാ, തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ ഇങ്ങനെ ഡിസ്ക്ലെയിമർ പോണോ? തന്റേതല്ലാത്ത കാരണത്താൽ എയറിലേക്ക് പോകുകയാണ്. തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ കല്യാണം കഴിച്ചു, അതേപോലെ തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ എയറിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ആദ്യ കാലഘട്ടം തൊട്ട് ചേച്ചിനെ എല്ലാവരും അറിയുന്നത് ഒരു ചിത്രകാരിയായിട്ടാണ്, ആ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ആർട്ടിസ്റ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനം എന്നാ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു? ഇല്ല, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ അറിയപ്പെട്ടിരുന്നത് ഒരു മുസ്ലിം നാമധാരി കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ള ഒരു പോപ്പുലർ ഒരു നമുക്ക് തന്നോണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ലേബൽ, മുസ്ലിം കുട്ടി എന്നുള്ള ലേബൽ ഞാൻ ഒഴിവാക്കിയപ്പം അത് ആകെ തകിടം മറിഞ്ഞ് ഞാനൊരു എന്താ പറയാ, ചിത്രകാരി എന്ന് ചിത്രകാരിയോ അല്ല, ഞാനല്ല പോലും വരയ്ക്കുന്നത്, വേറെ ആരോ വരയ്ക്കുന്നതാണ് പോലും, വേറെ ആരോ വരച്ചിട്ട് എൻ്റെ പേരിൽ സെയിൽ ചെയ്യുന്നതാണെന്ന് ഒരു വിഭാഗം ആൾക്കാര്. ചില വിഭാഗം ആൾക്കാർ പറയുന്നത് ഞാൻ ഭക്തയല്ല, കപട ഭക്തയാണ് എന്ന് പറയുന്നു. ഭക്തയാണോ ഭക്തയല്ലയോ എന്നുള്ളത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ലൈനാണ്. അത് മൂന്നാമതൊരാൾക്ക് പറയാനേ പറ്റൂല. പക്ഷെ ഇവരൊക്കെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാണ് ഞാൻ ഭക്തയല്ല എന്നുള്ളത്. അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്. ചിത്രകാരി അല്ലാതെ സമൂഹം തന്ന പേര് അവര് തന്നെ തിരിച്ചെടുക്കുക. അവര് തന്നെയാണ് എന്നൊരു ചിത്രകാരിയാക്കി. ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിത്രകാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്നെക്കാട്ടിലും എത്രയോ നമ്മൾ അവനവൻ്റെ ഫോട്ടോനെക്കാട്ടിലും അടിപൊളിയിൽ വരയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പോലും കിട്ടാത്ത പേരും പ്രശസ്തിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ മുസ്ലിം കുട്ടി ആയതുകൊണ്ടും ഈ കണ്ണന്റെ ചിത്രമായതുകൊണ്ടുമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പലരുടെയും വിചാരം ഈ മുസ്ലിം ലേബൽ വെച്ചിട്ട് ഞാൻ ബിസിനസ് നടത്തുന്നു എന്നായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ആ ലേബൽ എനിക്ക് എടുത്ത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു കാര്യവും വരില്ലായിരുന്നല്ലോ. നമ്മൾ അതന്നെ കൊണ്ടുപോകും. ഈ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയൊക്കെ നമ്മുടെ മൈജി ഷാജിക്ക വിളിക്കുന്ന സമയത്ത് എനിക്കൊരു തട്ടം മതിയായിരുന്നു, എനിക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തട്ടം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുമായിരുന്നു. ഞാൻ വരച്ച് വീട് വെച്ചു, കാറ് മേടിച്ചു. ഒരു 33 വയസ്സുകാരിക്ക് പറ്റാവുന്നതിനെക്കാട്ടിലപ്പുറം ഒരുപാട്. എന്ന് വെച്ചാൽ ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളല്ല, 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല പഠിച്ച ബിരുദാനന്തര ബിരുദം പഠിച്ച ആൾക്കാർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിച്ചു. അത് എനിക്ക് കൃഷ്ണൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രാട്ടോ. അതൊരു കപടഭക്തൻ ഒരിക്കലും നടക്കുന്നൊരു സംഭവമല്ല. എനിക്ക് തോന്നുന്നു ഹിജാബിന് ധരിക്കുന്നില്ല, ഒരു മുസ്ലിം ലേബൽ എനിക്ക് വേണ്ടാന്ന് ചേച്ചി എടുത്തൊരു തീരുമാനത്തിന് ശേഷം ഉണ്ടായ ബുള്ളിങ് വേറൊരു ടൈപ്പ് ഓഫ് ബുള്ളിങ്. അതിനകത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ജസ്ന സലീം ആയത്? ജസ്ന സലീം ആവാൻ കാരണം ഒരാള് അല്ലെങ്കിൽ ഇപ്പൊ ചൈതന്യ എന്ന് പറയുന്ന ഞാൻ ഒരു കൃഷ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാവില്ല. ഒരു മുസ്ലിം യുവതി ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ളത് ഒരു വാർത്തയാണ്. ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ മാർക്കറ്റ് ചെയ്ത് അവർ ഇത്ര നാളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് മതത്തെ തള്ളിപ്പറയുന്നത് ഒരു നന്ദികേടല്ലേ, അവർ ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമല്ലേ എന്നും പറഞ്ഞ് വീഡിയോ ഇടുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരല്ല, ഹിന്ദു വിഭാഗത്തിലും മറ്റു മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതിനെ കൂടുതലായിട്ടും അതിനെതിരെ പ്രതികരിച്ച് ഞാൻ കണ്ടത്. അതിനോട് എന്താ ശരിക്കും പറയാനുള്ളത്? അത്രയും നാളും അവര് പറയുന്നത് ഇത്രയും നാളും ചോറായിരുന്നില്ലേ ഈ മതം? ഇത്രയും നാളും ചോറായിരുന്നു ആ മതം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കണ്ണൻ എന്റെ ചോറാണെന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലരും ചോദിക്കും ദൈവത്തെ ചോറായിട്ട് കണക്കാക്കാൻ പറ്റുമോ? കണക്കാക്കാൻ പറ്റും. നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ നമുക്ക് ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നാളെയും നമുക്കത് കിട്ടൂല. അപ്പൊ നമ്മൾ ദൈവതുല്യമായിട്ട് കണക്കാക്കണം. പിന്നെ ഈ മുസ്ലിം പേര് ആ ഒരു ലേബൽ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തതോടുകൂടെ ഞാൻ നന്ദികേട് കാണിച്ചു എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം മുസ്ലിംസ് ഒരുപാട് ആൾക്കാർ വരയ്ക്കുന്നവരുണ്ട്. എൻ്റെ നിങ്ങളുടെയൊക്കെ അറിവിൽ ഒരുപാട് ആൾക്കാർ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അവരാരും എത്തിപ്പെടാത്ത ഒരു നിലയിലും വിലയിലും ഞാൻ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ പവർ, അത് നമ്മളുടെ ഒരാളുടെ മേല് സ്പർശിച്ചാൽ ഞാൻ വിശ്വാസിയും കൂടി തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആർക്കും പറയപ്പെടാത്ത വേറൊരു സംഭവമുണ്ട്. കുട്ടിക്കാലം തൊട്ടേ എന്നെ കണ്ണാന്ന് വിളിച്ചിട്ട് അത്രമേൽ ഇഷ്ടമില്ലാത്ത ഒരു പേരായിരുന്നു എനിക്ക് കണ്ണൻ എന്നുള്ളത്. എൻ്റെ ഞാൻ 2009 തൊട്ടിട്ടാണ് കണ്ണനെ കാണുന്നത്. എൻ്റെ ജനിച്ച് വളർന്ന് ഒരു 10-17 വർഷം ഞാൻ കണ്ണൻ എന്താണെന്ന് അറിയുക പോലും ചെയ്യാതെ എൻ്റെ ഒരു 5 വയസ്സ് തൊട്ടിട്ട് ഈ പറഞ്ഞതുപോലെ കണ്ണാന്ന് വിളിച്ചിട്ടുണ്ട്. 5 വയസ്സ് തൊട്ടിട്ട് തന്നെ എൻ്റെ വീട്ടിൽ കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. വിളിപ്പേര് കണ്ണാന്നായിരുന്നോ? ഇപ്പഴും വിളിപ്പേര് കണ്ണാന്നാ വീട്ടില്. കണ്ണ എന്ന് വിളിപ്പേര് വന്ന് പിന്നീട് കണ്ണനെ മാത്രം വരയ്ക്കുന്ന ഒരേ ഒരാള് ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവും. ഒരേ മോഡൽ ഫോട്ടോ 1500 ഫോട്ടോന്റെ പുറത്ത് വരച്ച ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്, വ്യത്യസ്തയാക്കുന്നത്. അല്ലാതെ എന്റെ തട്ടമൊന്നുമല്ല. തട്ടമായിരുന്നു എന്റെ ബിസിനസ് എങ്കിൽ ഞാൻ അത് എടുത്തു കളയാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നല്ല ആളുകൾ പറയുന്നത്, മതം എന്നാണ് ആൾക്കാർ പറയുന്നത്. മതത്തിന്റെ ഒരു ലേബലും കൂടിയാണ് ഈ തട്ടം എന്ന് പറയുന്നത്. നമ്മൾ മതപരമായിട്ട് ഇവര് ഒക്കെ പറയുന്ന മതത്തിന് തള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. മതത്തില് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും തട്ടിട്ടത് ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ആൾക്കാർ പോലും മതത്ത് പറയുന്ന രീതിയിലല്ല തട്ടമിട്ടിരിക്കുന്നത്. മതത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു മുടി പോലും കാണിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഞാൻ എൻ്റെ ഏതൊരു ഫോട്ടോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം എൻ്റെ പകുതി മുക്കാൽ മുടിയും പുറത്താണ്. ഒരു തട്ട ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. അതൊരു ലേബലായിരുന്നു, മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബലായിരുന്നു. ആ ഒരു ലേബലിന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി. കാരണം അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഞാനും എൻ്റെ മകനും ഈ തട്ടത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പല സമൂഹത്തിൽ നിന്ന് പലതും ഞങ്ങൾക്ക് അനുഭവിക്കുക. നന്മ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ തിന്മ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പലരും ഈ കല്ലെറിയുന്നത് ഈ തട്ടത്തിന്റെ പുറത്താണ്. നമ്മളെ എന്താ പറയാ, ഈ മുറിപ്പാടുകൾ നമുക്ക് വേദന ചിലപ്പോൾ മായ്ച്ചെടുക്കാൻ പറ്റും, പക്ഷെ വാക്കാല ഉണ്ടാവുന്ന ഒരിക്കലും മാറ്റാൻ പറ്റൂല. അതുപോലെ ഒരുപാട് വാക്കാൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രവൃത്തിയാൽ എൻ്റെ മകനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് എന്നെ തൊലിഞ്ഞു പോയിട്ടുണ്ട്.
ഒക്കെ ഈ ഒരു തട്ടം കാരണം വന്നതാണ്. കുട്ടികളെ എങ്ങനെയാ ഇത് ശരിക്കും ബാധിച്ചത്? കാരണം അത്ര വലിയ കുട്ടികളല്ല, ചെറിയ മക്കളാണ്. എൻ്റെ മോന് ചെറുതിലായ സമയത്താണ് മോനെ ബാധിച്ചത് എന്ന് പറയാൻ. മോന് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പുതിയൊരു ഉസ്താദ് വന്നു. കാഷ്വലായിട്ട് എല്ലാവരോടും ചോദിക്കും പോലെ എന്താണ് മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മോൻ പ്രൗഡായിട്ട് പറഞ്ഞു, പപ്പ ഗൾഫിലാണ്, ഉമ്മ കണ്ണനെ വരയ്ക്കുകയാണ്. അത്രേ അറിയുള്ളൂ. അത് ഉസ്താദിന്റെ മാനസികമായിട്ടുള്ള വൈകല്യം കൊണ്ട് ഉസ്താദിനത് ഇറിറ്റേറ്റ് ആയി. ഉസ്താദ് പല പല രീതിയിൽ എൻ്റെ മകനെ ഉപദ്രവിക്കൽ തുടങ്ങി മദ്രസേന്ന്. അതിന്റെ പുറത്ത് എനിക്ക് പല പല അനുഭവങ്ങളും ലൈഫിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ ഞാനും എൻ്റെ മകനും കടന്നു പോയിട്ടുണ്ട്. ഉറങ്ങാത്ത രാത്രികൾ എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ പുറം ലോകത്തിന് അറിയില്ല. പുറം ലോകത്തിന് ജസ്റ്റ് ഞാൻ തട്ടം ഉപേക്ഷിച്ച കഥ മാത്രമേ അറിയുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയില്ല. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മതമാണ് എല്ലാവർക്കും വിഷയമെങ്കിൽ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ മതത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരാളിപ്പം വഴിവിട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും അയാളും ദൈവവും ആയിക്കോളും, മൂന്നാമതൊരാൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു ഇവരെ ഇടപെടുന്നു? പിന്നെ അത്രയും ഭയങ്കര വിശ്വാസിയാണെങ്കിൽ അന്യ സ്ത്രീയുടെ വീഡിയോ എന്തിനു കാണുന്നു? അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ? അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്നല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ? ഇപ്പൊ ഏതൊക്കെ ഉസ്താദുമാര് ഗൂഗിൾ പേ വെച്ചിട്ട് ദുആ ചെയ്യണേ നിങ്ങൾ ഈ സ്കാനറിൽ നിന്ന് പൈസ അയക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? കേൾക്കുന്നില്ലേ? പ്രഭാഷണം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ സ്കാനറിൽ 10 രൂപ അയക്കൂ എന്ന് പറഞ്ഞാൽ അയാളെ നീട്ടി പറയുന്നത് എന്തുകൊണ്ടാ? അയാൾക്കുണ്ട് യൂട്യൂബ് ചാനല്. യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതെന്ന് അയാൾക്ക് അറിയൂലേ? അത്രക്ക് വിശ്വാസികളാണ്. ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യരും യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതല്ല, മോണിറ്റേഷൻ ഓഫ് ആക്കിയിടണ്ടേ? എന്തുകൊണ്ട് അവർ ഓണാക്കിയിട്ട് വീട്ടിലേക്ക് വരുമാനം മേടിക്കുന്നു? ശരിക്കും അത് മേടിച്ച് തിന്നാൻ പാടുണ്ടോ? കണ്ടോനെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയല്ലേ, ഹറാമല്ലേ അത്? അപ്പൊ മതത്തെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ മതപരമായിട്ടല്ല ജീവിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അവരൊരു അന്യ സ്ത്രീയുടെ വീഡിയോ കാണാൻ പാടുണ്ടോ? ഇനിയിപ്പൊ അന്യ സ്ത്രീയുടെ അവളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അവളോടല്ല പറയണ്ടേ, അവളുടെ മാതാപിതാക്കളോട്, അവളുടെ ഭർത്താവിനോട്. എനിക്ക് ബാപ്പയുണ്ട്, എന്റെ ബാപ്പാനോട് സംസാരിക്കാം. പുരുഷനും നമ്മൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. എന്റെ ബാപ്പാനോട് സംസാരിക്കും. ഇനിയിപ്പൊ ഒരു സ്ത്രീയാണ് ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അവക്ക് ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുന്ന നേരം കൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഉമ്മാനോട് സംസാരിക്കാം. അതല്ലല്ലോ അവര് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ കമന്റുകളൊക്കെ ഇടുന്നവരെ നേരിട്ട് പോയി കൈകാര്യം ചെയ്യുന്നത് കണ്ടു ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ഒരു കാര്യമുണ്ട്, റോട്ടുമ്മ കിടന്നിട്ട് പട്ടി ഉരയ്ക്കും എന്ന് വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പട്ടി ഉരയ്ക്കുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ ഭർത്താവിന്റെ സുഹൃത്ത്, എന്റെ ഭർത്താവ് കുറെ കാലമായി പറയുന്നത്, എടോ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് നിനക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നു, ഇനി നാട്ടിലൊന്ന് വരണം. ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം അല്ലേ? ഭർത്താവിന്റെ സുഹൃത്താണ് അവൻ. ഇപ്പൊ നാട്ടിലൊന്ന് വരണം, എനിക്കൊന്ന് അവനെ കാണുന്നതിന്. ഇപ്പൊ ഏതാന്നൊന്നും ഇവൻ പറഞ്ഞിരുന്നില്ല. അപ്പം കണ്ണന് ഞാൻ കാരണം ഒരുപാട് ചീത്ത പേരുകൾ കേട്ടു. ഞാൻ കാരണം കേൾക്കാത്തൊരു പേര് ആ പാവത്തിന് ഉണ്ടാവൂല. താനൊരു ഈശ്വരവിശ്വാസിയാണെന്ന് വിചാരിക്കുന്നു. പാവം കണ്ണൻ ഞാനൊരാള് കാരണം ഒരുപാട് കേട്ടു. അതേപോലെ ഞാൻ മുത്തപ്പന്റെ അമ്പലത്തിൽ പോയപ്പോ മുത്തപ്പനും ഇതേ കേട്ടോണ്ടിരിക്കുന്ന. ഞാൻ ഇനിയിപ്പം ഈ ഒരു മീഡിയയിൽ വന്ന് ഇതിന്റെ താഴെ കമന്റുകളിൽ നിങ്ങൾക്കും കേട്ടോണ്ടിരിക്കാം. അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണ്. എന്റെ കൂടെ കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ നൽകുന്നല്ലേ. എന്റെ കൂടെ ഒരാൾ വീഡിയോ എടുക്കാൻ പോലും നിൽക്കൂല, പേടിയാ. ഒരു പുറത്ത് ഒരു സുഹൃത്തുക്കളെ അവർക്ക് എയറിൽ കയറാനാവൂല എന്നാ പറയുന്നത്. വൈറലും ആക്കും എയറിലും ആക്കും നീ എന്നാ പറയല്. അപ്പൊ എന്നിട്ട് ഞാൻ മുത്തപ്പന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, പറശ്ശിനിക്കടവ്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുത്തപ്പനെ വിശ്വാസമായിട്ടോ. കാരണം എന്താ വെച്ചാല് ഈ പറശ്ശിനിക്കടവ് പോകുന്ന ആൾക്കാരൊക്കെ മുത്തപ്പന്റെ രൂപം എന്നല്ലേ പറയാ, മുത്തപ്പന്റെ വേഷം തെയ്യം അവരോട് സംസാരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഞാന് എൻ്റെ കൂടെ വന്ന എൻ്റെ കസിനായിരുന്നു, അവനോട് പറഞ്ഞു, എടാ എല്ലാരും ഇങ്ങനെ വീഡിയോ ഇടുന്ന കാണാം, ഇതിനോട് സംസാരിക്കുന്നത്, മുത്തപ്പനോട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കത് പറ്റിയില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞ് അതിനൊരു ടൈം ഉണ്ട്, ഞാൻ വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്, ആ ടൈം വരെ നിൽക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമുക്ക് എന്താക്കാം, പിന്നെ
ഒരു ദിവസം വരാന്ന് പറഞ്ഞു. ഉം. ആകെ വിഷമിച്ചിട്ടാണ് ഞാൻ മുത്തപ്പന്റെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഉം. ഞാൻ പോകുന്ന ഫംഗ്ഷന് എൻ്റെ അറിവില് അവിടെ എത്തുവോളും ഉം. ഹൗസ് വാമിങ് ആയിരുന്നു. ഓക്കെ. അവർ ഈവനിങ് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഉം. ഞാൻ പോയ ആ വീട്ടിലുള്ള ചേട്ടൻ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. ഉം. അപ്പൊ അവര് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഇതും പുതിയ വീട് ഓക്കെ. വെച്ചതിന്റെയും കൂടി ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവര് എന്നോട് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്കത് പറഞ്ഞാൽ മുത്തപ്പന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്താന്ന് മനസ്സിലാവൂല എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി അവരങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെ എത്തിയപ്പോ എന്നോട് ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പറശ്ശിനിക്കടവൊക്കെ പോയിട്ട് വരികയാണ്, എനിക്കെന്തോ മുത്തപ്പന്റെ രൂപം കാണാൻ പറ്റിയില്ല, അമ്പലം നട അടച്ചു കിടക്കായിരുന്നു, ഉള്ളിൽ കൂടി ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ, എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനോട് ഷാജി എന്നാളുടെ പേര്, ഷാജി ചേട്ടൻ പറഞ്ഞു ഇവിടെ മുത്തപ്പന് കൊടുക്കലാണ്, മുത്തപ്പൻ കഴിപ്പിക്കാൻ. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ മുത്തപ്പന്റെ രൂപം കെട്ടുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച കാര്യം ആ ഒരു ദിവസം തീരുന്നതിന്റെ മുമ്പേ ആയിട്ട് മുത്തപ്പൻ എന്നോട് സംസാരിച്ചു. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇനി മുമ്പോട്ട് നടക്കോ എന്നുള്ളത് എനിക്കറിയില്ല, നടന്ന എല്ലാ കാര്യങ്ങളും ഈ മുത്തപ്പന്റെ രൂപം കിട്ടിയ ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ മുത്തപ്പനെ ഭയങ്കര വിശ്വാസമായി പോയി. അപ്പൊ ഞാൻ കാരണം ഒരാള് ചീത്തപ്പേര് കേൾക്കുക, അതും എൻ്റെ തൊട്ടടുത്ത് നിന്ന് വിളിച്ചു പറയുമ്പോ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ടല്ലോ. കോഴിക്കോട്ട് പോയി നോക്കുമ്പോ ഞാൻ അടിക്കണം എന്നുള്ള രീതിയിലാണ് പോയത്. പോയി നോക്കുമ്പോ ഇയാളൊരു സ്വാമി, കർത്താവെ വെട്ടില്ലേ, ഇയാളെങ്ങാൻ തല്ലിയ സ്വാമിയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ ഇറങ്ങും. ഈ സ്വാമിയുടെ വായിലിരിക്കുന്നത് എന്താ വരുന്നത് എന്ന് ഈ സ്ത്രീകൾ നോക്കൂല. സ്വാമിക്ക് തോന്നിയ ദിവസം പറയാന്നുള്ള രീതിയിൽ ആ സ്വാമി അവിടെ നിൽക്കുന്നത്. അപ്പൊ സ്വാമിന്റെ വായിന്ന് വന്നതാണ് എന്നൊന്നും ഇവരാരും ഇത് പരിഗണന കൊടുക്കൂല. ജസ്റ്റ് ഞാൻ പോയി സ്വാമിനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ഇവര് വർഗീയത ഉണ്ടാക്കാനാ ശ്രമിക്കുക. ഞാൻ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, പെട്ടെന്നൊന്ന് ഷോക്കായി പോയി. അത് 7 ലക്ഷം 8 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർ വരെ ലൈക്ക് അടിച്ച് സൂപ്പർന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ പ്രതികരിച്ച നന്നായിട്ടില്ലേ. അപ്പൊ അവനടുത്ത് 4 വർത്താനം പറയും. ഞാൻ കൊടുങ്ങല്ലൂർ അടിക്കായിരുന്നു, പക്ഷെ ആ വേഷത്തെ ഞാൻ ബഹുമാനിക്കണം. കാരണം ആ സമയത്ത് എൻ്റെ കസിൻ ബ്രദറും ഈ പറഞ്ഞതുപോലെ സ്വാമിയായിരുന്നു. അപ്പൊ അവന് വീട്ടിൽ സ്വാമി ആയതുകൊണ്ട് ഈ സ്വാമിമാർക്കുള്ള ചിട്ടയും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാ. അപ്പൊ അവരുടെ സ്വാമി ആയിരുന്നേ അവന്റെ വായുന്നത് വിഗുലായിരുന്നത്. അത് ആസാമിയാ, സ്വാമി അല്ല. യഥാർത്ഥ സ്വാമി ഒരിക്കലും അങ്ങനെ പറയൂല. അത്രക്ക് പക്കാ തോന്നിവാസല്ലേ അവൻ എഴുതി വിട്ടത്. അത് തോന്നിവാസവും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിള്ളേരൊക്കെ കാണുന്നതല്ലേ, നമുക്ക് എടുത്തു വെച്ച് പറയാനും ഇല്ലല്ലോ. അങ്ങനെ ആ വേഷം, ആ കറുപ്പ് കണ്ടത് കൊണ്ട് മാത്രം ഞാൻ അവനെ തല്ലിയില്ല. അല്ലായിരുന്നു ഞാൻ തല്ലിയായിരുന്നു. അതിന്റെ പുറത്ത് 14 ദിവസം റിമാൻഡ് ആണെങ്കിലും ഞാൻ സഹിക്കായിരുന്നു. കാരണം ഞാൻ പോയതിന്റെ പേരിലാണ് ആ പാവം മുത്തപ്പൻ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്താ കൃഷ്ണനെ മുത്തപ്പനെ കേൾപ്പിക്കുക. ഞാന് സ്വാമിമാർക്ക് എന്റെ വീട്ടിലൊരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു, വാഴക്കൊല. കൊല എന്ന് പറയുമ്പോ പല കൊലകളും വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അവിടെ സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ എനിക്ക് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മുടെ മതത്തിൽ ഇനിയിപ്പോ നമ്മുടെ മതം വേറെ ഒരു മതം ആയതുകൊണ്ട് അവർക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ വാഴക്കൊലൊക്കെ ഒന്നും ജാതിയും മതവും ഇല്ല, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാൻ എന്താക്കി, ആ കൊല വെട്ടിയിട്ട് അവിടെ കൊടുത്ത്. അതുകൊണ്ട് ആ സ്വാമിമാരും കുറെ കേട്ട്. തിരിച്ചു വരുന്ന വഴിക്ക് പിശാരികാവ് അമ്പലം ഉണ്ട് ഞങ്ങൾ അവിടെ. അമ്പലത്തിൽ കയറിയിട്ട് ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിശാരികാവ് അമ്മക്കും കേട്ട്. ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും എന്തിന് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് പരിപാടി അവതരിപ്പിച്ചു. അത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നിങ്ങൾക്ക് കാണാം. അപ്പൂപ്പനെയും മറ്റേ രേവതി പറയുന്നില്ലേ, അച്ഛനെ അപ്പൂപ്പനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇത് ഇങ്ങനെ വരുമ്പോ എപ്പോഴെങ്കിലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിർത്തണം എന്ന് തോന്നി ഞാൻ തോറ്റു പോവില്ലേടോ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കണ്ണനെ എടുത്തു മാറ്റുന്ന ദിവസം എൻ്റെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്താണെന്നറിയോ, ഈ മതം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതിന് പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാൻ ആൾക്കാർക്ക് ഭയമാണ്. ആ സമയത്താണ് ഇപ്പം മുസ്ലിം ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ അമ്പലങ്ങളിൽ കയറുന്നു, തൊഴുന്നു. ഇത് ഇപ്പോഴത്തെ സമൂഹത്തിന് എത്ര അക്സെപ്റ്റബിൾ ആവുക എന്നുള്ള കാര്യം അറിയില്ല. അത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് നമ്മളത് ചില ആൾക്കാർ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ജസ്നയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നമാടേ.
അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. എൻ്റെ പുറകെ ഈ നിങ്ങൾ ഇവിടെ വെച്ചതുപോലെ ക്യാമറയായിട്ട് 4-5 എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണുള്ളത്. എനിക്ക് ഞാൻ ഇപ്പം എൻ്റെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ആദ്യം കാണുക ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരാണ്, എൻ്റെ ശത്രുക്കളാണ് കാണുക. അപ്പം ഞാനൊരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതല്ല. കുറച്ച് വിഭാഗ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരാദ്യം ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചു. അത് നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് ഇവർ കപടഭക്തയാക്കാൻ ശ്രമിച്ചത്. അപ്പം ഞാൻ കഴിഞ്ഞ ജൂൺ 15, അത് 2023 തോന്നുന്നു, 24 ജൂൺ 15 ഗുരുവായൂർ ആ നടയിൽ എന്ന് വെച്ചാല് അമ്പലം നട പരിസരത്ത് വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തത്. അത് മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കാണ് കട്ട് ചെയ്തത്. അപ്പൊ അത് വെച്ചിട്ട് അവര് ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണന്റെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവര് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, എന്നെ കപടഭക്തയാണെന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവര് ഞാൻ പോകുന്ന വഴികളിലൂടെയൊക്കെ ഈ മറ്റേ മോഹൻലാൽ പറയും പോലെ ഭ്രാന്തനെ പോലെ അവര് ഉറക്കൊഴിഞ്ഞിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവർക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത പോസ്റ്റ് ചെയ്യാൻ. അതെന്താണെന്നറിയോ, ഈ ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും നമ്മൾ ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഞാനൊരു ഭക്തയാണ്, അപ്പം ഞാൻ ഗുരുവായൂർ എപ്പോഴും പോയി തൊഴുന്ന ഒരാളും കൂടിയാണ്. അപ്പം എൻ്റെ ഉള്ളിലെ ഭക്തി അത് ഉള്ളിലാണ്, ഞാനത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് എക്സ്പ്രസ് അതിങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പം ആൾക്കാർ പറയുന്ന ഒരു ഡബിൾ കോട്ട് വേർഡ് പ്രഹസനം കാണിക്കേണ്ട ആവശ്യം അവർക്കത് തോന്നുന്നില്ല. അവർ ഉള്ളിലാണ് ആ ഭക്തി. ആ സമയത്ത് സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി കേക്ക് കട്ടിയാന്ന് പറയുമ്പോൾ ലോജിക്കലി അതൊന്നും ആലോചിച്ചിരുന്നില്ല ഇത് ശരിക്കും ഒരു പ്രശ്നമാകും. ഞാനുണ്ടല്ലോ ഇവിടെ പുറം ലോകത്തിന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പ്രശസ്തമായിട്ട് ഭക്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആളുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ആ വ്യക്തിയുടെ വേണേ എൻ്റെ കോൾ റെക്കോർഡ് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ആ വ്യക്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ട്, ചെയ്തത് ശരിയാണോ, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചൊരു കാര്യമാണ്. ഭഗവാന് മാത്രമേ അങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എത്ര പേർക്ക് മനസ്സിലാവും? മനസ്സിലാവും. ഭഗവാൻ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹരേ കൃഷ്ണ പറയാതെ ആ വ്യക്തി ഒന്നും തുടങ്ങാറില്ല. രാധേ രാധേ എന്നാ പറയാ. കണ്ണൻ രാധേനെ അത്രയും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി, ആത്മീയതയുടെ വഴിയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തി, രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ഒരു വ്യക്തിനോട് ഞാൻ ചോദിച്ചപ്പം ഭഗവാൻ തോന്നിപ്പിച്ചതാണ് എൻ്റെ മനസ്സിൽ, നീ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാളോട്, ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആളുടെ ആശ്രമത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ഒരു ആശ്രമമാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഇതിന് പോകുന്നതിന്റെ മുമ്പേ ചോദിച്ചു, നല്ല കാര്യമാണ് മോളെ, നീ ചെയ്തോന്ന് പറഞ്ഞു. നമ്മക്കറിയാത്ത മറ്റുള്ളവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവക്ക് വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ഭഗവാൻ കൃഷ്ണൻ തോന്നിപ്പിച്ച കാര്യമാണ് എന്നോട് പറഞ്ഞത്. അങ്ങനത്തെ അടുത്ത് ഞാൻ പിന്നീടൊന്ന് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ന് വെച്ചാല് ഭക്തി മനസ്സിൽ മതി, പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കൃഷ്ണനോട് വിശ്വാസമുണ്ടേ, നീ വീട്ടിൽ ഇരുന്ന് വിളിച്ചാലും കൃഷ്ണൻ നിന്റെ വിളി കേൾക്കും. നന്ദനൻ സിനിമ കണ്ടിട്ടില്ലേ എന്ന് സോഷ്യൽ മീഡിയ കുത്തിനെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരോട് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭക്തി മനസ്സിൽ മാത്രം മതിയായിരുന്നെങ്കിൽ എന്തിനു ഗുരുവായൂർ അമ്പല നടയിൽ ഇത്രയും 1000 ആൾക്കാർ, ഇങ്ങനെ 10,000 ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? അവർക്കൊക്കെ വീട് കുതിർന്ന് കൃഷ്ണ എന്ന് വിളിച്ചാൽ പോരെ? നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ പോയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത്. ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ വിചാരം പ്രഹസനം കൊണ്ടാണെന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ, എൻ്റെ പുറകെ പിന്തുടരുന്ന കുറച്ച് കാക്കാമാര് മുല്യമാരുണ്ട്. ഇവന്മാർക്കൊന്ന് ഞാൻ അടങ്ങിയിട്ടില്ല, ഞാൻ ഇനിയും പോകും അമ്പലത്തിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിലേക്ക് പോയി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരു റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണോ? അപ്പോൾ എൻ്റെ മതത്തിലുള്ള പലരോടുള്ള റിവെഞ്ച് ആയിരുന്നു എനിക്കത്. ഞാൻ അമ്പലത്തിൽ പോവും. അപ്പൊ അവിടെ ഭക്തി കുറയല്ലേ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് ഭക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നീ അറിയോ? എങ്ങനെയാ നീ അറിയാ? ഞാനിപ്പം നീ ഇപ്പം എന്നോട് ചോദിക്കുക ഏത് മതത്തിലാണ് ജസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ രൂപത്തിലും ഭാവത്തിലും നിനക്ക് ഏത് മതത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞാലല്ലേ നിനക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അവിടെ എങ്ങനെയാ ഭക്തി കുറയാ?
നമ്മള് പറയണം. നീ ഇപ്പൊ പറഞ്ഞു ഞാനും ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. നീ വിശ്വാസിയാണ് എന്നുള്ള നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അറിയുന്നത്. ഞാൻ പറയാതെ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കും? ഞാൻ പറയാതെ എങ്ങനെ ഇത്രയും ആൾക്കാർ എന്നെ അറിഞ്ഞു വന്നു? ഞാനൊരു ചിത്രകാരിയാണെന്ന് ഞാൻ സ്വയം സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി വന്നതുകൊണ്ടല്ലേ ഇവരൊക്കെ അറിഞ്ഞത്. അത് ചിത്രകലയെ അപമാനിക്കുന്നതിന് തുല്യമാണോ? അല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ ഭക്തി അല്ല എന്ന് പറയാ? അതായത് റിവെഞ്ച് എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിനുള്ള കറക്റ്റ് മറുപടി മനസ്സിലായല്ലോ. അതായത് റിവെഞ്ച് എന്നുള്ള കാര്യം എടുത്ത് പറയുമ്പോ സി റിവെഞ്ചും ഭക്തിയും രണ്ടല്ലേ. അപ്പം അത് ഇപ്പം ചേച്ചിയുടെ മതത്തിലുള്ളവർക്കെതിരെ ഉള്ളൊരു മറുപടിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ നീ ഇതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടത് എന്ന് പറയുമ്പോ അത് വിശ്വാസത്തിന്റെ പുറത്താണോ അത് റിവെഞ്ചിന്റെ പുറത്താണോ എന്നാണ് എന്റെ ചോദ്യം. രണ്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ഞങ്ങള് എന്റെ വാപ്പക്ക് 3 പെൺകുട്ടികളാണ്. വാപ്പ ഒരു ഡ്രൈവറാണ്. സദാ നമ്മള് നാട്ടുപുറത്തുള്ള ഒരു ആൾക്കാരാണ് എന്റെ വീട്ടുകാരൊക്കെ. ഞങ്ങളെ മതപരമായിട്ട് തന്നെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തന്നെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണൻ കാരണമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ അത് കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. 12 മണിക്ക് ഞാൻ നടയിൽ പോയിട്ട് ആദ്യം കണ്ണനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പിറന്നാളാന്ന് സമൂഹത്തിനോട് ഞാൻ പറയുന്നത്. അത്രമേൽ ഞാൻ കണ്ണനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് കഷ്ടകാലത്തിന് ആശാൻ ഇഷ്ടായില്ല എന്ന് തോന്നുന്നു. അന്ന് തുടങ്ങി കഷ്ടകാലം വെച്ചിട്ടാണെങ്കിൽ ഭഗവാൻ തോന്നിപ്പിച്ച് ഭഗവാൻ ഇഷ്ടായില്ല എന്നുള്ള ഭഗവാൻ ഇഷ്ടായില്ല. എന്നോട് പറഞ്ഞ ഡയലോഗാണ് ഞങ്ങളോട് പറഞ്ഞത്. ഭഗവാൻ തോന്നിപ്പിച്ചതാണ് ജസ്റ്റ്. ഭഗവാൻ തോന്നിപ്പിച്ചാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനും ഓക്കെ. ഹൈന്ദവരാരും അവര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഹൈന്ദവരാരും ചെയ്യാത്തൊരു കാര്യമാണ് നീ ചെയ്തത്. അപ്പം അത് പ്രൗഡായിട്ടല്ലേ നിനക്ക് തോന്നേണ്ടത്. നിന്റെ ഒരു ജന്മദിനം ഭഗവാന്റെ മുമ്പിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാ നിനക്ക് തരികയാണ്, നിനക്ക് പകരം ഞാൻ കഴിക്കുകയാണ്. അത്രമേൽ എനിക്കറിയാം അവിടെ മുട്ട ഉപയോഗിച്ചിട്ട് ഇതാക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇവര് മുട്ട ഉപയോഗിച്ച് കേക്കാന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ഒരുപാട് ശ്രമിച്ചു. ആ നടയിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആണ്, കുളിച്ച് ശുദ്ധീകരിച്ച് ശരീരവും മനസ്സും ശുദ്ധീകരിച്ചിട്ടാണ് അമ്പലനടയിൽ വരുന്നത്. നമുക്ക് ആരെങ്കിലും ചെകഞ്ഞു നോക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഉള്ളിൽ കയറുന്നവൻ ചിലപ്പം പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ പുറത്ത് നിൽക്കുന്നവന് ചിലപ്പം ഇറച്ചി മീനൊക്കെ കടിച്ച് വലിച്ചിട്ടായിരിക്കും ആ നടയിൽ കൂടെ നടക്കുന്നത്. അങ്ങനെ ഞാൻ അമ്പലത്തിന്റെ പരിസരത്ത് ആ നടപ്പന്തലിൽ വെച്ചിട്ടാണ്. അമ്പലവും അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ചേട്ടന് ഇരുന്നൊരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട്. തെറ്റാണെ ആ ചേട്ടൻ പറയൂലേ? എന്റെ റൈറ്റും ലെഫ്റ്റും 2 ഭക്തര് നിൽക്കുന്നുണ്ട്. തെറ്റാണെ അവര് പറയൂലേ? ഞാൻ അതിലെ പോയ ഭക്തർക്കൊക്കെ കേക്ക് കൊടുത്തിട്ടുണ്ട്. തെറ്റാണെ അവര് പറയൂലേ? പിന്നെ ഇത് ആർക്കായിരിക്കും തെറ്റായിട്ട് ആദ്യം തോന്നിയത്? എനിക്കറിയില്ല. ഞാൻ അതാ ചോദിച്ചത്. ഞാൻ അന്ന് ഞാനത് പോസ്റ്റ് ചെയ്തപ്പം 1 മണിക്കൂർ കൊണ്ട് മില്യൺ ആൾക്കാർ അങ്ങ് കണ്ടു. അവിടെ വന്ന് ഗുരുവായൂർ ഓൺലൈൻ മാധ്യമക്കാർ അത് റിപ്പോർട്ട് ചെയ്ത് അവർ പോസ്റ്റ് ചെയ്തു. തെറ്റാണെങ്കിൽ അന്ന് അവരൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചത് എപ്പോഴാന്നറിയോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവർക്കൊക്കെ ഇത് തെറ്റായിട്ട് മാറി. അപ്പൊ അവിടെയാണ് ഒരു ചോദ്യമാർക്ക് വരേണ്ടത്. എന്തുകൊണ്ട്? അസൂയാണോ? മേ ബി ആയിരിക്കാം. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.